വർക്ക് ഈസ് വർഷിപ്പ്. ഈ ചെയ്യുന്ന പണി തന്നെ ഒരു ദൈവാരാധന. തൊഴിലിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു ഇതാണ് പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ മൂല്യബോധം യൂറോപ്പിൽ വന്നതാണ് അവിടുത്തെ ഈ വളർച്ചയുടെ ഒരു അടിസ്ഥാനം. എന്നത് മാക്സ് വെബർ മാത്രമല്ല, മാക്സ് വെബർ മാർക്സിസ്റ്റല്ല, ആർ ടോണി ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിൻ്റെയും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം ഇത് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ കേരളത്തിൽ വികസനത്തിന് ഒരു മതനിരപേക്ഷ അന്തരീക്ഷം എന്ന് പറയുന്നത് പ്രധാനമാണെന്ന് അരുന്ധതി റോയ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു. കേരളം മതനിരപേക്ഷമല്ലാതെ വർഗീയത കീഴ്പ്പെട്ടാൽ ലെബനൻ പോലെയാവും. ലെബനൻ നിങ്ങളുടെയൊക്കെ ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ദുബായിയെ കുറിച്ചൊന്നും നമ്മൾ പറയാറില്ല, നമ്മൾ ബെയ്റൂട്ടിനെ കുറിച്ചാണ് പറയാം. അതാണ് ലെബനൻ. ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും ചേർന്ന് നിൽക്കുന്നത്. അത് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ആ ലെബനൻ എന്ത് സംഭവിച്ചു? ലെബനനായി തീരും കേരളം എന്ന് അവർ പറഞ്ഞു. വർഗീയതയ്ക്ക് കേരളം അടിമപ്പെട്ടാൽ. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാചകമുള്ളത്, ക്ഷേമം വേണം, പിന്നെ തൊഴിലുണ്ടാക്കാനുള്ള വ്യവസായം ഉണ്ടാക്കണം, ഇതിന് പണം വേണം, എല്ലാവരും കൂടി ആലോചിക്കണം പണം എങ്ങനെ ഉണ്ടാക്കാം. സാധാരണ അത് പറയില്ല, പണം ഭരിക്കുന്നവരുടെ പ്രശ്നമാണ് പണം ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അപ്പം പഴയ ധനകാര്യമന്ത്രി ഇതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. സമസ്ത ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ, പണം കൂടുതൽ ഖജനാവിനുണ്ടാക്കാം. അങ്ങനെ ചിന്തിക്കണമെങ്കിലോ യോജിപ്പ് വേണം. നമ്മൾ പ്രതിപക്ഷത്താണെങ്കിൽ നമ്മളപ്പുറത്താണെങ്കിൽ അത് തന്നെ അവസരം നോക്കുന്നതല്ല. ഈ വർഗീയത ഇല്ലെങ്കിൽ എല്ലാവർക്കും യോജിക്കാം. അപരവിദ്വേഷം വന്നാലോ കാര്യങ്ങൾ താളം തെറ്റും. ഈ യാത്രയിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഉപനേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും നടത്തിയ പ്രസംഗങ്ങളുടെ സംക്ഷിപ്ത രൂപം ഈ രേഖയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ വർഗീയ വിപത്തിനെ കുറിച്ചാണ്. മതവിശ്വാസമല്ല വർഗീയത. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മതവിശ്വാസികളാണ്. മതവിശ്വാസവും വർഗീയതയും വേറെയാണ്, രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് വളരെ സന്തോഷപൂർവം കാസർഗോഡ് പ്രമേയത്തെ ഞാൻ കണ്ടത്. എല്ലാവിധ മതരാഷ്ട്രവാദത്തെയും തള്ളിക്കളയുന്നു. മതവിശ്വാസമുണ്ട്, അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവണം. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ ചേർന്നിരിക്കുക, പക്ഷെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും സൗകര്യവും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇനിയും തുടരണം. വർഗീയതയുടെ ആപത്താണ്. അത് സമസ്ത ഇത്ര ഉറപ്പിച്ചും തറപ്പിച്ചും തുടർച്ചയായിട്ട് മനുഷ്യർക്കൊപ്പം എന്നുള്ള പേര് തന്നെ ഇത് അർത്ഥം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഈ സന്ദേശമാണ്, ഇതാണ് യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ രേഖയുടെ അടിസ്ഥാന പ്രത്യേകത ഞാൻ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. വികസനം പറയുമ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു എത്തിക്സ് ഉണ്ട്. മതനിരപേക്ഷതയുടെ എല്ലാ സമുദായങ്ങളും കൈകോർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു എത്തിക്സ് കേരളത്തിനുണ്ട്. അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം.
എത്രയോ നൂറ്റാണ്ടായിട്ട്. ആ പോർച്ചുഗീസുകാർ വന്നപ്പോഴല്ലേ ഇവിടെ ഒരു തർക്കം ഉണ്ടായുള്ളൂ. അതിനൊക്കെ മുമ്പ് യഹൂദര്, അറബി കച്ചവടക്കാര്, അതിക്ക് മുമ്പ് യവനന്മാരും ഒക്കെ എത്ര പേരിവിടെ വന്നിട്ടുണ്ട്. ഒരുമിച്ചല്ലേ നാട്ടിൽ ജീവിച്ചത്. കേരളത്തിൻ്റെ വികസനത്തിന് അങ്ങനെ ഒന്നുണ്ടാവണം.